എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? തീർച്ചയായും. ശരി, ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. 6 മീറ്റർ തുണി 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി? ഓ, നല്ല ചോദ്യം. നമുക്കതിലെ ഓരോ പ്രസ്താവനയായി നോക്കാം. ഒന്നാമത്തത് ഇതാണ്. ഒരാൾക്ക് 1 മീറ്റർ 50 സെന്റിമീറ്റർ തുണി ലഭിക്കും. അത് ശരിയാണോ? നമുക്കൊന്ന് കണക്കുകൂട്ടി നോക്കിയാലോ? 6 മീറ്ററിനെ 4 പേർക്ക് കൊടുക്കണം. അപ്പോ 6നെ 4 കൊണ്ട് ഹരിക്കണം, അല്ലേ? അതെ, 6നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1.5 മീറ്റർ എന്ന് കിട്ടും. 1.5 മീറ്റർ, അതായത് 1 മീറ്ററും പിന്നെ ഒരു അരമീറ്ററും. അതെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോ അരമീറ്റർ എത്രയായിരിക്കും? 100ന്റെ പകുതി, 50 സെന്റിമീറ്റർ. അപ്പോ ഒരാൾക്ക് കിട്ടുന്നത് 1 മീറ്ററും 50 സെന്റിമീറ്ററും. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. മിടുക്കർ. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. സെന്റിമീറ്ററിൽ ഇത് 150 സെന്റിമീറ്റർ ആണ്. ഓ, അതും ശരിയാണല്ലോ. 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 150 സെന്റിമീറ്റർ ആണെന്ന് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചതല്ലേ ഉള്ളൂ. അതെ, വളരെ ശരിയാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന. ഒരാൾക്ക് 1.5 മീറ്റർ ലഭിക്കും. 1.5 മീറ്ററിനെ നമ്മൾ സാധാരണ 1.5 മീറ്റർ എന്നല്ലേ പറയാറ്? അപ്പൊ അതും ശരിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഏതാണ് ശരിയായ ഓപ്ഷൻ? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അതെ, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ശരി. ഇനി അടുത്ത ചോദ്യം. 10 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്നത് എത്ര മില്ലിമീറ്റർ ആണ്? ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നിങ്ങളുടെ സ്കെയിലില്ലേ, അതിലെ ഓരോ സെന്റിമീറ്ററിന്റെ ഇടയിലും കുറേ ചെറിയ വരകൾ കണ്ടിട്ടില്ലേ? ആ, കണ്ടിട്ടുണ്ട്. 10 ചെറിയ വരകളുണ്ടാകും. അതെ, ആ ഓരോ ചെറിയ വരയുമാണ് 1 മില്ലിമീറ്റർ. അപ്പോ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. ഓ, അങ്ങനെയാണെങ്കിൽ 10 സെന്റിമീറ്റർ എന്നത് 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. 10 ഗുണം 10, അതായത് 100 മില്ലിമീറ്റർ. അതെ, തീർന്നില്ല. ചോദ്യത്തിൽ ഒരു 3 മില്ലിമീറ്റർ കൂടിയുണ്ട്. ആ, ശരിയാണ്. അപ്പോ 100ന്റെ കൂടെ 3 കൂടി കൂട്ടണം. 100 കൂട്ടണം 3, 103 മില്ലിമീറ്റർ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 103 മില്ലിമീറ്റർ. എന്ത് എളുപ്പമാണെന്ന് നോക്കൂ. അടുത്ത ചോദ്യം ഒരു റിബണിന്റെ കഥയാണ്. ഒരു റിബൺ രണ്ടായി മുറിച്ചു. എന്നിട്ടോ? ഒരു കഷ്ണത്തിന് 70 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ നീളമുണ്ട്. രണ്ടാമത്തെ കഷ്ണത്തിന് 79 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ നീളവുമുണ്ട്. ശരി. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അതെ, ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. ആകെ നീളം 150 സെന്റിമീറ്റർ ആണ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 നീളങ്ങളും തമ്മിൽ കൂട്ടണം. 70 സെന്റിമീറ്റർ 7 മില്ലിമീറ്ററും 79 സെന്റിമീറ്റർ 3 മില്ലിമീറ്ററും. മില്ലിമീറ്ററുകൾ തമ്മിൽ ആദ്യം കൂട്ടാം. 7 മില്ലിമീറ്ററും 3 മില്ലിമീറ്ററും ചേർന്നാൽ 10 മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണല്ലോ. അത് നമുക്ക് മാറ്റിവെക്കാം. ശരി. ഇനി സെന്റിമീറ്ററുകൾ കൂട്ടാം. 70ഉം 79ഉം. അത് 149 സെന്റിമീറ്റർ. അപ്പോ 149 സെന്റിമീറ്ററും നേരത്തെ കിട്ടിയ 1 സെന്റിമീറ്ററും ആകെ എത്രയായി? 150 സെന്റിമീറ്റർ. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അതെ. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. ഇത് 1.5 മീറ്ററിന് തുല്യമാണ്. 150 സെന്റിമീറ്റർ 1.5 മീറ്റർ ആണോ? 100 സെന്റിമീറ്റർ 1 മീറ്റർ, 50 സെന്റിമീറ്റർ അര മീറ്റർ. അപ്പോ 150 സെന്റിമീറ്റർ 1.5 മീറ്റർ തന്നെയാണ്. അപ്പോ അതും ശരിയാണ്. മിടുക്കൻ. ഇനി മൂന്നാമത്തത്. മില്ലിമീറ്ററിൽ പറഞ്ഞാൽ ഇത് 1500 മില്ലിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ. അപ്പോ 150 സെന്റിമീറ്റർ 150 ഗുണം 10, 1500 മില്ലിമീറ്റർ. അതും ശരിയാണല്ലോ. അതെ. നാലാമത്തെ പ്രസ്താവന ആകെ നീളം 140 സെന്റിമീറ്റർ എന്നാണ്. അത് തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോ 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതെ. തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം ശരി എന്നതാണ് ഉത്തരം. ചിലപ്പോൾ ഓപ്ഷനിൽ 1ഉം 3ഉം മാത്രം എന്നൊക്കെ കാണാം. പക്ഷെ നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ 3ഉം ശരിയാണ്. ശരി. അടുത്തത് സമചതുരങ്ങളുടെ ഒരു ചോദ്യമാണ്. 7 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ വശമുള്ള 4 സമചതുരങ്ങൾ ചേർത്തുവെച്ച് വലിയൊരു സമചതുരമുണ്ടാക്കി. ഓ, 4 ചെറിയ സമചതുരങ്ങൾ ചേർത്ത് ഒരു വലിയ സമചതുരം. അതെങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക?
രണ്ടെണ്ണം മുകളിലും രണ്ടെണ്ണം തൊട്ടു താഴെയുമായി വെച്ചാൽ ഒരു വലിയ സമചതുരം കിട്ടുമല്ലോ. ആ ശരിയാണ്. അപ്പോ ആ പുതിയ വലിയ സമചതുരത്തിന്റെ ഒരു വശത്തിന് എന്ത് നീളമുണ്ടാവും? രണ്ട് ചെറിയ സമചതുരങ്ങളുടെ വശം ചേർന്നത്രയും നീളം, അല്ലേ? അതെ, ഒരു ചെറിയ സമചതുരത്തിന്റെ വശം 7 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ്. അതായത് 7.5 സെന്റിമീറ്റർ. അപ്പൊ പുതിയ വശം 7.5 കൂട്ടണം 7.5 15 സെന്റിമീറ്റർ. കൊള്ളാം. ഇനി പ്രസ്താവനകൾ നോക്കാം. 1. പുതിയ സമചതുരത്തിന്റെ ഒരു വശം 15 സെന്റിമീറ്റർ ആയിരിക്കും. അത് ശരിയാണ്, നമ്മളിപ്പോ കണ്ടുപിടിച്ചതേ ഉള്ളൂ. 2. വശത്തിന്റെ നീളം മില്ലിമീറ്ററിൽ 140 മില്ലിമീറ്റർ ആണ്. അത് തെറ്റാണല്ലോ. 15 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 150 മില്ലിമീറ്റർ ആണ്, 140 അല്ല. ശരിയാണ്. അപ്പോൾ രണ്ടാമത്തത് തെറ്റ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന. വശത്തിന്റെ നീളം ആദ്യത്തെ വശത്തിന്റെ ഇരട്ടി മടങ്ങായിരിക്കും. ആദ്യത്തെ വശം 7.5 സെന്റിമീറ്റർ, പുതിയ വശം 15 സെന്റിമീറ്റർ. 15 എന്നത് 7.5ന്റെ ഇരട്ടിയാണ്, അതായത് 2 മടങ്ങ്. അപ്പൊ അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. 1 മീറ്റർ നീളമുള്ള റിബണിൽ 20 സെന്റിമീറ്റർ അകലം വെച്ച് വരകൾ വരയ്ക്കുന്നു. 1 മീറ്റർ, അതായത് 100 സെന്റിമീറ്റർ. അതിൽ 20 സെന്റിമീറ്റർ ഇടവിട്ട് വരയ്ക്കുന്നു. ഒന്നാമത്തെ പ്രസ്താവന 100 സെന്റിമീറ്ററിൽ 5 ഇടവേളകളുണ്ടാകും. 100നെ 20 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. 100 ഹരിക്കണം 20, 5. അപ്പോൾ 5 ഇടവേളകൾ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന. അറ്റങ്ങളിൽ വരയ്ക്കുന്നില്ലെങ്കിൽ 4 വരകൾ വരയ്ക്കാം. 5 ഇടവേളകൾക്കിടയിൽ എത്ര വരകളുണ്ടാകും? 4 വരകൾ. അതും ശരിയാണല്ലോ. മൂന്നാമത്തേത്. അറ്റങ്ങൾ ഉൾപ്പെടെയാണെങ്കിൽ 6 വരകളുണ്ടാകും. ഇടയിലുള്ള 4 വരകളും പിന്നെ രണ്ടറ്റത്തുമുള്ള 2 വരകളും. അപ്പോൾ 4 കൂട്ടണം 2 6. അതും ശരിയാണ്. അല്ലെങ്കിൽ ഇടവേളകളുടെ എണ്ണത്തിനോട് 1 കൂട്ടിയാലും മതി. 5 കൂട്ടണം 1 6. അതെ. നാലാമത്തെ പ്രസ്താവന ആകെ 10 വരകൾ വരയ്ക്കാം എന്നാണ്. അത് തെറ്റാണ്. അപ്പോ 1ഉം 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. അതായത് ഓപ്ഷൻ എ. വളരെ ശരിയാണ്. ഇനി അടുത്ത ചോദ്യം. 1/2 കിലോമീറ്റർ എന്നതിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളേവ? 1/2 കിലോമീറ്റർ. 1 കിലോമീറ്റർ എത്ര മീറ്ററാണെന്ന് ആദ്യം അറിയണം. അതെ, 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്ററാണ്. നമ്മുടെ ഡോറയുടെ മാപ്പിലൊക്കെ കാണിക്കില്ലേ കിലോമീറ്റർ? ആ ശരിയാണ്. അപ്പോ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000ന്റെ പകുതി, 500 മീറ്റർ. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 1. ഇത് 500 മീറ്ററാണ്. അത് ശരിയാണ്. 2. 1000 മീറ്ററിന്റെ പകുതിയാണിത്. അതും ശരിയാണ്. അതും ശരിയാണ്. 3. ഇതിനെ 5000 സെന്റിമീറ്റർ എന്നെഴുതാം. 1 മീറ്റർ 100 സെന്റിമീറ്റർ. അപ്പോ 500 മീറ്റർ 500 ഗുണം 100 50,000 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഇവിടെ 5000 എന്നാണ്. അപ്പൊ അത് തെറ്റാണ്. അതെ. നാലാമത്തെ പ്രസ്താവന. ഇത് 250 മീറ്റർ ആണെന്നാണ്. അതും തെറ്റാണ്. അപ്പോ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ. അടിപൊളി. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഒരു കാര്യം, കുട്ടികൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. 1 കിലോമീറ്റർ എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം. ഇത് നമ്മളിപ്പോ പറഞ്ഞതേയുള്ളൂ. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 1. 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്റർ ആണ്. അത് ശരിയാണ്. ലിറ്റിൽ സിംഗമൊക്കെ ഓടുന്നത് കിലോമീറ്ററിലല്ലേ? അതെ. രണ്ടാമത്തേത്. ഇത് 100 മീറ്ററിന്റെ 10 മടങ്ങാണ്. 100 ഗുണം 10 1000. അതും 1000 മീറ്റർ തന്നെ. അപ്പൊ അതും ശരിയാണ്. മൂന്നാമത്തേത്. ഇതിനെ 10 ലക്ഷം സെന്റിമീറ്റർ എന്ന് പറയാം. 1 മീറ്റർ 100 സെന്റിമീറ്റർ. അപ്പോ 1000 മീറ്റർ എന്നാൽ 1000 ഗുണം 100 1 ലക്ഷം സെന്റിമീറ്റർ. അതും ശരിയാണല്ലോ. നാലാമത്തേത്. ഇത് ദൂരം അളക്കുന്ന യൂണിറ്റാണ്. അതും ശരിയാണ്. അപ്പോ എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. മിടുക്കർ. ഇനി അടുത്ത ചോദ്യം. 4 മീറ്റർ നീളമുള്ള ഒരു റിബൺ 8 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ച് കഷ്ണങ്ങളാക്കിയാൽ? ഓക്കേ. 4 മീറ്റർ റിബൺ 8 സെന്റിമീറ്ററിന്റെ കഷ്ണങ്ങൾ. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 1. 400 സെന്റിമീറ്റർ നീളമാണ് റിബണിനുള്ളത്. 1 മീറ്റർ 100 സെന്റിമീറ്റർ. അപ്പോൾ 4 മീറ്റർ 400 സെന്റിമീറ്റർ. അത് ശരിയാണ്. 2. 50 കുട്ടികൾക്ക് ഓരോ കഷ്ണം വീതം നൽകാം. അതായത് 50 കഷ്ണങ്ങൾ കിട്ടുമോന്നാണ് ചോദ്യം. ആകെ 400 സെന്റിമീറ്റർ ഉണ്ട്. ഒരു കഷ്ണം 8 സെന്റിമീറ്റർ. അപ്പോ 400നെ 8 കൊണ്ട് ഹരിക്കണം. 400 ഹരിക്കണം 8. 50. അപ്പൊ 50 കഷ്ണങ്ങൾ കിട്ടും. 50 കുട്ടികൾക്ക് കൊടുക്കാം.
രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തേത്, ഒരു കഷ്ണത്തിന്റെ നീളം 80 മില്ലിമീറ്ററാണ്. ഒരു കഷ്ണത്തിന് 8 സെന്റിമീറ്റർ നീളമുണ്ട്. 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ. അപ്പോ 8 സെന്റിമീറ്റർ 80 മില്ലിമീറ്റർ. അതും ശരിയാണ്. നാലാമത്തേത് 5 കുട്ടികൾക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ്. അത് തെറ്റാണ്. അപ്പോ 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ. വളരെ ശരിയാണ്. അടുത്ത ചോദ്യം ഒരു ചതുരത്തിന്റെ ചുറ്റളവിനെക്കുറിച്ചാണ്. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 57 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ ആണ്. അതിന്റെ ചെറിയ വശം 12 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ്. എങ്കിൽ വലിയ വശം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 1. 2 ചെറിയ വശങ്ങൾ ചേർത്ത് 25 സെന്റിമീറ്റർ ഉണ്ട്. ഒരു ചെറിയ വശം 12 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ, അതായത് 12.5 സെന്റിമീറ്റർ. ചതുരത്തിന് 2 ചെറിയ വശങ്ങളുണ്ട്. അപ്പോൾ രണ്ടും കൂടി 12.5 കൂട്ടണം 12.5, 25 സെന്റിമീറ്റർ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അതെ. ഇനി ആകെ ചുറ്റളവ് 57 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ, അതായത് 57.4 സെന്റിമീറ്റർ. ഇതിൽ നിന്ന് 2 ചെറിയ വശങ്ങളുടെ നീളം കുറച്ചാലോ? 57.4 നിന്ന് 25 കുറയ്ക്കണം. അപ്പോ 32.4 സെന്റിമീറ്ററിന് കിട്ടും. ഈ 32.4 സെന്റിമീറ്റർ എന്നത് 2 വലിയ വശങ്ങൾ ചേർന്നതാണ്. അപ്പോ ഒരു വലിയ വശം എത്രയായിരിക്കും? 32.4ന്റെ പകുതി, 16.2 സെന്റിമീറ്റർ. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ. വലിയ വശം 16 സെന്റിമീറ്റർ 2 മില്ലിമീറ്ററാണ്. 16.2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 16 സെന്റിമീറ്ററും 2 മില്ലിമീറ്ററും തന്നെയല്ലേ? അപ്പോ അതും ശരിയാണ്. അതെ. മൂന്നാമത്തെ പ്രസ്താവന വലിയ വശം 27.7 സെന്റിമീറ്ററാണെന്നാണ്. അത് തെറ്റാണ്. അപ്പോ 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം വളരെ എളുപ്പമാണ്. 30 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ എന്നത് എത്ര മില്ലിമീറ്റർ ആണ്? ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ കണക്കാണ്. 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ. അപ്പോ 30 സെന്റിമീറ്റർ 30 ഗുണം 10, 300 മില്ലിമീറ്റർ. അതിന്റെ കൂടെ ഒരു 6 മില്ലിമീറ്റർ കൂടിയുണ്ട്. അപ്പോ 300 കൂട്ടണം 6, 306 മില്ലിമീറ്റർ. ഓപ്ഷൻ ബി ആണ് ശരി. മിടുക്കൻ. ഇനി കുറച്ചുകൂടി വലിയ അളവുകൾ നോക്കിയാലോ? നോക്കാം. 2 മീറ്റർ 40 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്നത് ആകെ എത്ര മില്ലിമീറ്ററാണ്? ഓ, ഇവിടെ 3 അളവുകളുണ്ട്. നമുക്ക് ഓരോന്നായി മില്ലിമീറ്ററിലേക്ക് മാറ്റാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. 2 മീറ്റർ = 2000 മില്ലിമീറ്റർ. 1 മീറ്റർ 1000 മില്ലിമീറ്റർ ആണ്. അപ്പൊ 2 മീറ്റർ 2000 മില്ലിമീറ്റർ. അത് ശരിയാണ്. രണ്ടാമത്തേത് 40 സെന്റിമീറ്റർ = 400 മില്ലിമീറ്റർ. 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ. അപ്പോൾ 40 സെന്റിമീറ്റർ 400 മില്ലിമീറ്റർ. അതും ശരിയാണ്. ഇനി എല്ലാം കൂടി കൂട്ടിയാൽ പോരെ? 2000 മില്ലിമീറ്റർ, 400 മില്ലിമീറ്റർ, പിന്നെ ചോദ്യത്തിലുള്ള 8 മില്ലിമീറ്റർ. 2000 കൂട്ടണം 400 കൂട്ടണം 8, 2408 മില്ലിമീറ്റർ. അപ്പോ മൂന്നാമത്തെ പ്രസ്താവന ആകെ 2408 മില്ലിമീറ്റർ ആണ് എന്നതും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന 2480 എന്നാണ്. അത് തെറ്റാണ്. അപ്പോ 1ഉം 2ഉം 3ഉം ശരി. ഓപ്ഷൻ എ തന്നെ ഉത്തരം. അതെ. ഇനിയൊരു രസമുള്ള ചോദ്യം. 500 രൂപ നോട്ടിന്റെ നീളത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളേവ? 500 രൂപ നോട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒന്നാമത്തെ പ്രസ്താവന നോട്ടിന്റെ നീളം ഏകദേശം 15 സെന്റിമീറ്ററാണ്. അത് ശരിയാണ്. നമ്മുടെ കയ്യിലുള്ള ചെറിയ സ്കെയിലിന്റെ അത്രയും നീളമില്ലേ അതിന്? അതെ. അപ്പോ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാകും. സാധാരണ ഉപയോഗിക്കുന്ന ചെറിയ സ്കെയിലിന്റെ അത്രയും നീളം ഇതിനുണ്ട്. ശരിയാണ്. 1ഉം 3ഉം ശരി. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. ഇത് 1500 മില്ലിമീറ്ററിന് തുല്യമാണ്. 15 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്ററാണ്? 150 മില്ലിമീറ്ററാണ്, 1500 അല്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം വീണ്ടും ഒരു സമചതുരത്തെക്കുറിച്ചാണ്. 5 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവെന്ന് പറഞ്ഞാൽ 4 വശങ്ങളും കൂടിയുള്ള നീളം. അതെ. ഒരു വശത്തെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. പ്രസ്താവന 4 അതാണ് പറയുന്നത്. അത് ശരിയാണ്. ഒരു വശം 5 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ, അതായത് 5.5 സെന്റിമീറ്റർ. 5.5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാണ്? 55 മില്ലിമീറ്റർ. അപ്പോ ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്.
ഇനി ചുറ്റളവ് കാണാൻ 5.5നെ 4 കൊണ്ട് ഗുണിക്കണം. 5.5 ഗുണം 4 22 സെന്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 22 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്ററാണ്? 220 മില്ലിമീറ്റർ. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോ എല്ലാ പ്രസ്താവനകളും ശരിയാണല്ലോ. ഉത്തരം ഓപ്ഷൻ സി. മിടുക്കർ. അടുത്തത് മഴയുടെ കണക്കാണ്. മഴമാപിനിയിൽ ബുധനാഴ്ച 5 സെന്റിമീറ്റർ 7 മില്ലിമീറ്ററും വ്യാഴാഴ്ച 6 സെന്റിമീറ്റർ 8 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. ഒന്നാമത്തെ പ്രസ്താവന ആകെ പെയ്ത മഴ 12 സെന്റിമീറ്റർ 5 മില്ലിമീറ്ററാണ്. നമുക്ക് കൂട്ടി നോക്കാം. 5.7 സെന്റിമീറ്ററും 6.8 സെന്റിമീറ്ററും. 5.7 കൂട്ടണം 6.8 12.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് 12 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരി. രണ്ടാമത്തേത് മില്ലിമീറ്ററിൽ ഇത് 125 മില്ലിമീറ്ററാണ്. 12.5 സെന്റിമീറ്റർ 125 മില്ലിമീറ്റർ തന്നെയല്ലേ? അപ്പോ അതും ശരി. മൂന്നാമത്തെ പ്രസ്താവന വ്യാഴാഴ്ച ബുധനാഴ്ചയേക്കാൾ 1 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്തു. ഇത് കാണാൻ വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. 6.8 കുറക്കണം 5.7 1.1 സെന്റിമീറ്റർ. അതായത് 1 സെന്റിമീറ്റർ 1 മില്ലിമീറ്റർ. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. 6.25 കിലോമീറ്റർ എന്നത് എത്ര മീറ്ററാണ്? 6.25, അതായത് 6 കിലോമീറ്ററും പിന്നെ ഒരു 1/4 കിലോമീറ്ററും. 6 കിലോമീറ്റർ എത്ര മീറ്ററാണ്? 6000 മീറ്റർ. 1/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ 1000 മീറ്റർ. അതിന്റെ 4/1 250 മീറ്റർ. അപ്പൊ ആകെ 6000 കൂട്ടണം 250. 6250 മീറ്റർ. ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്തത് ഒരു പൊട്ടിയ സ്കെയിലിന്റെ കഥയാണ്. 30 സെന്റിമീറ്റർ നീളമുള്ളൊരു സ്കെയില് പൊട്ടി. വലിയ കഷ്ണത്തിന് ചെറിയതിനേക്കാൾ 3 സെന്റിമീറ്റർ നീളം കൂടുതലുണ്ട്. ഓ, ഇത് കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യമാണല്ലോ. ഇതിനൊരു എളുപ്പവഴിയുണ്ട്. ആകെ നീളമായ 30ൽ നിന്ന് ആ കൂടുതലുള്ള 3 അങ്ങ് കുറയ്ക്കുക. അപ്പൊ 27 കിട്ടും. എന്നിട്ടോ? 27നെ പകുതിയാക്കുക. 13.5. ഇതാണ് ചെറിയ കഷ്ണത്തിന്റെ നീളം. അതായത് 13 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ. കൊള്ളാം. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി വലിയ കഷ്ണം കാണാൻ 13.5ന്റെ കൂടെ ആ 3 കൂട്ടിയാൽ മതി. 16.5 സെന്റിമീറ്റർ. അതായത് 16 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ. അപ്പോ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. നാലാമത്തെ പ്രസ്താവന 2 കഷ്ണങ്ങളുടെയും കൂടി ആകെ നീളം 300 മില്ലിമീറ്ററാണ്. 30 സെന്റിമീറ്റർ 300 മില്ലിമീറ്റർ ആണല്ലോ. അപ്പൊ അതും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയിൽ വ്യത്യാസം 3 മില്ലിമീറ്ററിനാണ്. അത് തെറ്റാണ്. വ്യത്യാസം 3 സെന്റിമീറ്ററാണ്. അപ്പോ 1ഉം 2ഉം 4ഉം ശരി. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ജോർജ് ദിവസവും 3/4 കിലോമീറ്റർ നടക്കുന്നു. ഒരാഴ്ച കൊണ്ട് എത്ര ദൂരം നടക്കും? 3/4 കിലോമീറ്റർ 1 കിലോമീറ്റർ 1000 മീറ്റർ. അതിന്റെ 4/3 ഭാഗം 750 മീറ്റർ. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ഒരു ദിവസം ജോർജ് 750 മീറ്റർ നടക്കുന്നു എന്നത് ശരിയാണ്. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പോൾ ആകെ ദൂരം 750 ഗുണം 7 5250 മീറ്റർ. അപ്പോ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 5250 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററും 250 മീറ്ററും. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയും ശരി. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ എ. അടുത്തത് 75 സെന്റിമീറ്റർ എന്ന അളവിനെക്കുറിച്ച് ശരിയായവയേവ. ഒന്നാമത്തത് ഇത് 3/4 മീറ്ററിന് തുല്യമാണ്. 1 മീറ്റർ 100 സെന്റിമീറ്റർ, അതിന്റെ 3/4 ഭാഗമാണ് 75. അപ്പൊ അത് ശരിയാണ്. രണ്ടാമത്തേത് ഇതിനെ 3/4 മീറ്റർ എന്ന് എഴുതാം. 3/4 എന്ന് പറഞ്ഞാൽ 3/4 ആണല്ലോ. അപ്പോൾ അതും ശരി. മൂന്നാമത്തത് ഇതിൽ 750 മില്ലിമീറ്റർ ഉണ്ട്. 75 സെന്റിമീറ്റർ 750 മില്ലിമീറ്ററാണ്. അതും ശരി. നാലാമത്തേത് 1 മീറ്റർ ആവാൻ ഇതിനോട് 25 സെന്റിമീറ്റർ കൂടി കൂട്ടണം. 75ഉം 25ഉം കൂട്ടിയാൽ 100 സെന്റിമീറ്റർ, അതായത് 1 മീറ്റർ. അതും ശരി. അപ്പോ എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. 3/4 മീറ്റർ എന്നത് ഓ, ഇത് നമ്മളിപ്പോ പറഞ്ഞതല്ലേ. ഒന്നാമത്തെ പ്രസ്താവന 3/4 മീറ്റർ എന്നാൽ 75 സെന്റിമീറ്റർ ആണ്. അത് ശരിയാണ്. മൂന്നാമത്തത് ഇതിനെ 3/4 മീറ്റർ എന്ന് പറയാം. അതും ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ പ്രസ്താവന 7500 മില്ലിമീറ്റർ എന്നാണ്. അത് തെറ്റാണ്. 750 ആണ് ശരി. നാലാമത്തേത്
75 മില്ലിമീറ്റർ എന്നാണ്. അതും തെറ്റ്. അപ്പോ 1ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ. 1 സെന്റിമീറ്ററിന്റെ പകുതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? 1 സെന്റിമീറ്റർ 10 മില്ലിമീറ്ററാണ്. മൂന്നാമത്തെ പ്രസ്താവന അതാണ്. അത് ശരിയാണ്. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 മില്ലിമീറ്റർ. അപ്പോ ഒന്നാമത്തെ പ്രസ്താവന ശരി. 1 സെന്റിമീറ്ററിന്റെ പകുതിയെ നമ്മൾ അര സെന്റിമീറ്റർ എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരി. അപ്പോ 1ഉം 2ഉം 3ഉം ശരിയാണ്. അതെ. അടുത്തത് 8 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന അളവിനെ കുറിച്ച്. ഇതിനെ 8.5 സെന്റിമീറ്റർ എന്ന് പറയാം. അത് ശരിയാണല്ലോ. 8.5 സെന്റിമീറ്റർ. ഇതില് ആകെ 85 മില്ലിമീറ്റർ ഉണ്ട്. 8.5 സെന്റിമീറ്റർ 85 മില്ലിമീറ്റർ ആണ്. അതും ശരിയാണ്. മൂന്നാമത്തേത് ഇത് 9 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലാണ് എന്നാണ്. അത് തെറ്റാണ്, കുറവാണ്. അപ്പൊ 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ എ. അടുത്തത് 8.4 സെന്റിമീറ്റർ നീളവും 6.7 സെന്റിമീറ്റർ വീതിയുമുള്ള 4 കാർഡുകൾ നീളത്തിൽ ചേർത്ത് വെച്ചാൽ. 4 കാർഡുകൾ നീളത്തിൽ ചേർത്ത് വയ്ക്കുന്നു. അപ്പോ ആകെ നീളം ഒരു കാർഡിന്റെ നീളത്തിന്റെ 4 മടങ്ങാകും. 8.4 ഗുണം 4 33.6 സെന്റിമീറ്റർ. അതായത് 33 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. നീളത്തിലാണ് ചേർത്ത് വെച്ചത്. അപ്പോ വീതിക്ക് മാറ്റമൊന്നും വരില്ല. രണ്ടാമത്തെ പ്രസ്താവന വീതിയിൽ മാറ്റമുണ്ടാകില്ല എന്നതും ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ എ. വീണ്ടും ഒരു പൊട്ടിയ സ്കെയില്. 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയില് പൊട്ടി. ഒരു കഷ്ണത്തിന്റെ നീളം 7 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ ആയാൽ മറ്റേ കഷ്ണത്തിന്റെ നീളം എത്ര? ആകെ നീളം 15 സെന്റിമീറ്റർ, ഒരു കഷ്ണം 7.4 സെന്റിമീറ്റർ. അപ്പോ മറ്റേ കഷ്ണം കാണാൻ 15ൽ നിന്ന് 7.4 കുറച്ചാ മതി. 15.0 കുറയ്ക്കണം 7.4. 7.6 സെന്റിമീറ്ററിന് കിട്ടും. 7.6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. 7.25 മീറ്റർ എന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 7 മീറ്റർ 700 സെന്റിമീറ്റർ. 3/4 മീറ്റർ 75 സെന്റിമീറ്റർ. അപ്പോ ആകെ 700 കൂട്ടണം 75. 775 സെന്റിമീറ്റർ. ഓപ്ഷൻ സി. 5.25 മീറ്ററിന്റെ ഇരട്ടി എത്ര? 5.25 മീറ്റർ എന്നാൽ 5.75 മീറ്റർ. അതിന്റെ ഇരട്ടി കാണാൻ 2 കൊണ്ട് ഗുണിക്കണം. 5.75 ഗുണം 2 11.50 മീറ്റർ. 11.50 മീറ്റർ എന്നാൽ 11 മീറ്ററും 50 സെന്റിമീറ്ററും. ഓപ്ഷൻ ബി. 4.25 മീറ്ററിന്റെ ഇരട്ടി എത്ര? 4.25 എന്നാൽ 4.25 മീറ്റർ. അതിന്റെ ഇരട്ടി 4.25 ഗുണം 2 8.50 മീറ്റർ. അതായത് 8 മീറ്ററും 50 സെന്റിമീറ്ററും. ഓപ്ഷൻ എ. അടുത്തത് റോഡ് ടാർ ചെയ്യുന്ന കണക്കാണ്. ഒന്നാം ദിവസം 7.5 കിലോമീറ്റർ, രണ്ടാം ദിവസം 11.75 കിലോമീറ്റർ, മൂന്നാം ദിവസം 6 കിലോമീറ്റർ 400 മീറ്റർ. ആകെ എത്ര ദൂരം? നമുക്കെല്ലാം കൂടി കൂട്ടാം. 7.500 കിലോമീറ്റർ, 11.750 കിലോമീറ്റർ, പിന്നെ 6.400 കിലോമീറ്റർ. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 25.650 കിലോമീറ്റർ എന്ന് കിട്ടും. അതായത് 25 കിലോമീറ്ററും 650 മീറ്ററും. ഓപ്ഷൻ എ. ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 8 സെന്റിമീറ്ററും 5 മില്ലിമീറ്ററുമായാൽ ചുറ്റളവ് എത്ര? ഒരു വശം 8.5 സെന്റിമീറ്റർ. ചുറ്റളവ് കാണാൻ 4 കൊണ്ട് ഗുണിക്കണം. 8.5 ഗുണം 4 34 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി. ഒരു കമ്പിയുടെ നീളം 18 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ. ഒരു പേനയുടെ നീളം 17 സെന്റിമീറ്റർ 7 മില്ലിമീറ്റർ ആണ്. രണ്ടും കൂടി ആകെ എത്ര നീളമുണ്ട്? നമ്മൾ കൂട്ടണം. 18.6 സെന്റിമീറ്ററും 17.7 സെന്റിമീറ്ററും. കൂട്ടുമ്പോൾ 36.3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് 36 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും. ഓപ്ഷൻ ബി. 42 സെന്റിമീറ്റർ നീളമുള്ള ഒരു മാല 2 കഷ്ണങ്ങളായി. ഒരു കഷ്ണത്തിന്റെ നീളം 18 സെന്റിമീറ്റർ 8 മില്ലിമീറ്റർ ആയാൽ രണ്ടാമത്തെ കഷ്ണത്തിന്റെ നീളം എത്ര? ആകെ നീളത്തിൽ നിന്ന് ഒരു കഷ്ണത്തിന്റെ നീളം കുറയ്ക്കണം. 42ൽ നിന്ന് 18.8 കുറയ്ക്കണം. 42.0 കുറയ്ക്കണം 18.8. 23.2 സെന്റിമീറ്റർ. അതായത് 23 സെന്റിമീറ്ററും 2 മില്ലിമീറ്ററും.
ഓപ്ഷൻ ഡി. 3.5 കിലോമീറ്റർ എന്നത് എത്ര മീറ്ററാണ്? 3 കിലോമീറ്റർ 3000 മീറ്റർ, അര കിലോമീറ്റർ 500 മീറ്റർ. അപ്പോൾ ആകെ 3000 കൂട്ടണം 500. 3500 മീറ്റർ. ഓപ്ഷൻ സി. താഴെ തന്നിട്ടുള്ളവയിൽ ഒരു പെൻസിലിന്റെ നീളമാകാൻ സാധ്യതയുള്ളതേത്? ഓപ്ഷനുകൾ നോക്കൂ. 2 മീറ്റർ, 15 മീറ്റർ. ഇതൊക്കെ വളരെ വലിയ നീളമാണ്. 15 മില്ലിമീറ്റർ വളരെ ചെറുതും. അപ്പോൾ ഒരു സാധാരണ പെൻസിലിന് ഏകദേശം 15 സെന്റിമീറ്റർ നീളമുണ്ടാകും. ഓപ്ഷൻ ഡി. 6.5 മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്നും 4.25 മീറ്റർ മുറിച്ചു മാറ്റിയാൽ ബാക്കി എത്ര? 6.5 മീറ്റർ എന്നാൽ 6.50 മീറ്റർ. 4.25 മീറ്റർ എന്നാൽ 4.25 മീറ്റർ. ബാക്കി കാണാൻ കുറച്ചാൽ മതി. 6.50 കുറയ്ക്കണം 4.25. 2.25 മീറ്റർ. ചോദ്യം സെന്റിമീറ്ററിൽ എത്രയെന്നാണ്. 2.25 മീറ്റർ എന്നാൽ 225 സെന്റിമീറ്റർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. 65 കിലോമീറ്റർ 800 മീറ്റർ റോഡിൽ ഒരു ഭാഗം ടാർ ചെയ്തു. ഇനി ബാക്കി എത്ര? ആദ്യം ടാർ ചെയ്ത ദൂരം കൂട്ടാം. 13.5 കിലോമീറ്ററും 26 കിലോമീറ്റർ 450 മീറ്ററും. അതായത് 13.50 26.450. കൂട്ടുമ്പോൾ 39.950 കിലോമീറ്റർ എന്ന് കിട്ടും. ഇനി ആകെ ദൂരമായ 65.800 കിലോമീറ്ററിൽ നിന്ന് ഇത് കുറയ്ക്കണം. 65.800 കുറയ്ക്കണം 39.950. 25.850 കിലോമീറ്റർ എന്ന് കിട്ടും. അതായത് 25 കിലോമീറ്ററും 850 മീറ്ററും. ഓപ്ഷൻ ബി. 256 മില്ലിമീറ്റർ എന്നത് സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും എങ്ങനെ എഴുതാം? 250 മില്ലിമീറ്റർ 25 സെന്റിമീറ്ററാണ്. പിന്നെ ഒരു 6 മില്ലിമീറ്റർ ബാക്കിയുണ്ട്. അപ്പോ 25 സെന്റിമീറ്റർ 6 മില്ലിമീറ്റർ. ഓപ്ഷൻ ബി. രാജു സൈക്കിളിൽ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ദൂരം 2750 മീറ്ററാണ്. പോയി തിരികെ വീട്ടിലെത്തുമ്പോൾ രാജു ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? അങ്ങോട്ട് പോകാൻ 2750 മീറ്റർ, തിരികെ വരാനും അതേ ദൂരം. അപ്പോ ആകെ ദൂരം 2750 ഗുണം 2 5500 മീറ്റർ. 5500 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററും 500 മീറ്ററും. ഓപ്ഷൻ ബി. ശരി. ഇത് അവസാനത്തെ ചോദ്യം. 6 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ എന്നത് എത്ര മില്ലിമീറ്ററാണ്? 6 സെന്റിമീറ്റർ 60 മില്ലിമീറ്റർ. അതിനോട് 4 മില്ലിമീറ്റർ കൂടി ചേർത്താൽ 60 കൂട്ടണം 4 64 മില്ലിമീറ്റർ. ഓപ്ഷൻ എ. മിടുക്കരായ കുട്ടികൾ. എല്ലാ മിടുക്കർക്കും നമസ്കാരം. ഇന്നത്തെ കണക്കുകളെല്ലാം ഇഷ്ടമായോ? നമ്മുടെ ഈ ചാനലിൽ ഇതുപോലെ ഒരുപാട് വീഡിയോകളുണ്ട്. സയൻസ് ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, മാത്സ് ക്വിസ്, പിന്നെ 4ാം ക്ലാസ്സിലെ പാഠങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വർക്ക്ഷീറ്റുകളും ഒക്കെയുണ്ട്. എല്ലാവരും അതെല്ലാം കണ്ട് സന്തോഷമായി പഠിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.